നാളുകൾക്ക് മുമ്പേ ഞാനിവിടെ വന്ന് പരസ്യമായി നിന്ന് യേശുക്രിസ്തുവിന്റെ വരവിനെ ഘോഷിക്കുവാനായിട്ട് വന്ന് പിന്നെയും ഈ ഒരു സമയവും നിങ്ങളുടെ കാതുകളെ സന്ദേശവുമായി സർവശക്തനായ ദൈവം ഇവിടെ എത്തിക്കുവാൻ കാരണം ആക്കിയിരിക്കുന്നത് ഈ സത്യ സുവിശേഷം കേട്ടുകൊണ്ട് നിത്യരക്ഷകനായ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ നിങ്ങൾ ഒരുങ്ങണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹവും ദൈവം നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങൾ പിന്നെയും കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ഒരുപാട് സുവിശേഷം കേട്ട ആളുകളായിരിക്കും നിങ്ങൾ, എങ്കിലും നിങ്ങൾ ഈ സുവിശേഷം അംഗീകരിക്കാതെ ഇതിലേക്ക് കടന്നു വരാതെ നിങ്ങളുടെ ഹൃദയക്കണ്ണുകൾ പ്രകാശിക്കാതെ ആയിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നമ്മളെല്ലാവരും ജീവിതത്തിൽ കടന്നു വരുന്ന ഒന്നാണ്. എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് നിമിഷമാണ് മരണം കടന്നു വരിക എന്ന് ആർക്ക് നിശ്ചയിക്കാൻ കഴിയുന്നതല്ല. ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് പ്രതീക്ഷകളുമായി ആയിരിക്കുന്ന ജീവിതം എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുക എന്ന് നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ കഴിയുന്നതല്ല. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നതിനാൽ എല്ലാ മനുഷ്യരും മരിക്കും, ഒരാൾ പോലും മരിക്കാതെ ഭൂമിയിൽ ശേഷിക്കുകയില്ല. എന്നാൽ മരിച്ചു കഴിഞ്ഞാലുള്ള വാസത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കുവാനുള്ളത്. ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ പരസ്യമായ ശുശ്രൂഷകൾ കളിയാക്കി നിന്ദിക്കാൻ കല്ലെറിയിച്ച ആളുകളായിരുന്നു ഞങ്ങളൊക്കെ. ഇതുപോലെ പ്രസംഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും അധികമായി വെറുക്കുന്ന ഒരാളായിരുന്നു ഞാനും. സുവിശേഷം എന്നാൽ മതം മാറ്റുന്ന പ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അവഹേളിക്കുകയും കല്ലെറിയുകയും ചെയ്തത് ഞങ്ങളൊക്കെ പരസ്യമായി നിന്ന് യേശുക്രിസ്തുവിന്റെ വരവിനെ ഇങ്ങനെ ഘോഷിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് സത്യം അറിയുകയും സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്ന തിരുവെഴുത്താണ്. എന്താണ് സത്യം എന്നറിയാതെ, ആരാണ് ദൈവം എന്നറിയാതെ, എവിടെയാണ് പാപത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നറിയാതെ ഓടിയ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന സന്ദേശമാണ്, ഞങ്ങൾ രൂപാന്തരപ്പെടുത്തിയ സന്ദേശമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞ ഒരേ ഒരു സന്ദേശമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ള ആ സത്യ സുവിശേഷമാണ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്. കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, ഈ ഭൂമിയിൽ ജീവിതം കൊണ്ട് തീർന്നതായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രസംഗങ്ങളുമായി ഞങ്ങൾ ആരും കടന്നു വരികയില്ലായിരുന്നു. പാപത്തിലായിരുന്നു ഞങ്ങളുടെയൊക്കെ ജീവിതം, പാപ സ്വഭാവത്തിലായിരുന്നു ഞങ്ങളുടെ ജീവിതം. ആരാലും വെറുക്കപ്പെട്ട ജീവിതത്തിൽ ആർക്കും പിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ മദ്യത്തിനും മദ്യ ലഹരിയിലും കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് 7 തരത്തിലുള്ള സ്വഭാവം കാണിച്ചുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതം നാശത്തിലേക്ക് പോയൊരു ജീവിതമായിരുന്നു. ആരെയും വകവെക്കാതെ, ആരെയും അനുസരിക്കാതെ, പോലീസുകാർക്ക് എസ്എസുകാർക്ക് തലവേനയെ മാറിയ ജീവിതമായിരുന്നു. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളല്ല ആള് മാറിപ്പോകുന്ന ഒരു ജീവിതമായിരുന്നു. ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് കണ്ടുകൊണ്ട് ജീവിച്ച ജീവിതമായിരുന്നു. ഞങ്ങളെ വിടിവിക്കാൻ ഒന്നിനും കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ തേടി വന്ന സുവിശേഷമാണ്, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങളിലും വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവെന്ന്. നിത്യമായൊരു ജീവനിലേക്ക് നാം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാ മനുഷ്യനും അറിയാം. ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപിയായി ഭൂമി ജീവിക്കുമ്പോൾ ഏറ്റവും അധികമായി പണം മുടക്കുന്ന ഒന്നാണ് പാപത്തിന് പരിഹാരം കാണുവാൻ വേണ്ടി. അതുകൊണ്ടാണ് അന്നദാനം കൊടുക്കുകയും വീട് വെച്ച് കൊടുക്കുകയും പാപപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ വിവാഹം ചെയ്ത് അയക്കാൻ സഹായിച്ചു കഴിഞ്ഞാൽ കാരുണ്യപരമായി ചെയ്ത സകല പാപവും മാറിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല ദാനങ്ങൾ അധികമായി ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്നും അല്ല എന്നുള്ളത് നരകത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുമ്പോൾ പാപത്തിന് മോചനം പ്രാപിക്കണമെന്നെങ്കിൽ രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. നമ്മളായിരിക്കുന്ന ജീവിതത്തിൽ
പാപത്തിലായിരിക്കുന്ന ജീവിതത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ പാപത്തിലായിരിക്കുന്ന രക്തം ശുദ്ധീകരിക്കപ്പെടണം. എങ്ങനെയാണ് രക്തശുദ്ധീകരണം ആവശ്യമുണ്ടാകേണ്ടത്? ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ കൊണ്ടുപോയി പരിശോധിച്ചു കഴിഞ്ഞാൽ രക്തത്തെ മാറ്റി പുതിയ രക്തം കയറ്റി കഴിഞ്ഞാൽ പിന്നെയും പാപത്തിന്റെ രക്തമാണ് നമ്മുടെ മേൽ വരിക. എന്നാൽ പാപമില്ലാത്തവന്റെ രക്തത്തെ നാം കഴുകപ്പെടണം. ആരാണ് പാപമില്ലാത്തവൻ? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പാപമൊഴികെ അവൻ മനുഷ്യന് തുല്യമായി ഭൂമി ജീവിച്ചവൻ. അതേ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ കഴുകപ്പെടാത്ത ഒരു മനുഷ്യന് പാപത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ള സത്യ സുവിശേഷമാണ് ഈ ഉച്ചയുടെ സമയം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങിക്കെട്ടുകൊണ്ടിരിക്കുന്നത്. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുവാൻ കാരണം ആദ്യ മനുഷ്യനായി ആദാം അനുസരിക്കേണ്ട കാലത്ത് നിമിത്തമാണ്. ആദാം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിലുമായിരുന്നു. ദൈവത്തെക്കാൾ അല്പം താഴ്ത്തിക്കെട്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വേണം മനസ്സിലാക്കേണ്ട കാണിച്ച നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുവെന്ന്. ഇന്ന് മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഇതുപോലുള്ള സുവിശേഷ സന്ദേശങ്ങൾ അതിനെ കാണുമ്പോൾ മറഞ്ഞിരിക്കുന്ന മനുഷ്യൻ ഇതിലേക്ക് വരുവാനും സമയം കണ്ടെത്തുകയില്ല. ഇത് നിന്ദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മറിഞ്ഞിരിക്കുന്ന മനുഷ്യനെ തേടി 2000 വർഷങ്ങൾക്ക് മുമ്പേ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് ചെന്ന് അവനോട് കൂടെ അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. മറിഞ്ഞിരിക്കുന്ന മനുഷ്യനെ തേടിയാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. പാപത്തിലായിരിക്കുന്ന മനുഷ്യനെ വിടിവിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. നിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശത്തിൽ മറിഞ്ഞിരിക്കുമ്പോൾ നാം തിരിച്ചറിയണം, ഈ ജീവിതത്തിനപ്പുറമായൊരു ജീവിതമുണ്ട്. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി ചോദിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്ന എന്താണ് പ്രയോജനമെന്ന്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇന്ന് നമുക്കൊരു കുഴപ്പവുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നിലവാരത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഇഷ്ടപ്പെട്ട സാമ്പത്തികമുണ്ട്, ആവശ്യം പോലെ ഇഷ്ടം പോലെ നടക്കുവാനുള്ള സാമ്പത്തിക വരുമാന സ്രോതസ് നമുക്കുണ്ട്. എന്നാൽ നാം തിരിച്ചറിയാതെ പോകുന്ന ഒന്നാണ് മരണത്തെക്കുറിച്ചുള്ളത്. പലപ്പോഴും മരണം എന്നത് തൊട്ട അയൽപക്കത്തിന് മരണമുണ്ടാകുമ്പോൾ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ ആയുസ് ഇത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഈ മരണം എന്നെയും നിങ്ങളെ ഒരു ദിവസം കവർന്നെടുക്കും. എന്നാൽ മരണത്തിനപ്പുറമായൊരു ജീവിതം എവിടെയാണ് എന്നത് നാം ഉറപ്പാക്കേണ്ടത്, കരസ്ഥമാക്കേണ്ട ജീവിച്ചിരിക്കുന്ന സമയമാണ്. മരിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം കർമ്മങ്ങളും ഏതെല്ലാം പ്രാർത്ഥനകൾ നടത്തിയാലും മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവിനെ നിത്യമായ ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നല്ല. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും തക്കതായ പ്രതിഫലം വാങ്ങുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ നാം എന്നെ വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് യേശു ക്രിസ്തു ഇല്ലാത്ത സകല മനുഷ്യനും, ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണുന്ന സകല മനുഷ്യനും രണ്ടാം മരണമായ തീപ്പൊയിലേക്ക് ചെന്നെത്താൻ പോകുന്നത്. ആ തീപ്പൊയിലേക്ക് ഒരു മനുഷ്യൻ പോലും ചെന്നെത്തില്ല എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഇതുപോലുള്ള പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങൾ കാണുവാനും കേൾക്കുവാനും പിന്നെയും നമുക്ക് ആയുസ് തരുവാൻ കാരണമാക്കിയിരിക്കുന്നത്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചല്ലോ, മരണം കൊണ്ടെല്ലാം തീർന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും പ്രശ്നങ്ങളെ മുന്നിൽ നിന്ന് ഓടി വിളിക്കുന്ന മാർഗമാണ് ആത്മഹത്യ എന്ന് കണ്ടുകൊണ്ട് ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഭൂമിയിൽ നാം ഏതെല്ലാം രീതിയിൽ മരിച്ചാലും എങ്ങനെയെല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും ഒരിക്കൽ നാം എല്ലാം വെളിപ്പെടുന്ന ദിവസമുണ്ട്. അന്ന് യേശുക്രിസ്തുവില്ലാത്ത സകല മനുഷ്യരും, യേശുവിനെ അംഗീകരിക്കാത്ത സകല മനുഷ്യരും രണ്ടാം മരണമായ തീപ്പൊയിലേക്ക് എത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി നമുക്ക് വേണ്ടി സൗജന്യമായ ഒരു രക്ഷ ഇട്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവത്തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ച്, ആ സ്നേഹമാണ് 2000 വർഷത്തിന് മുമ്പ് നമുക്ക് വേണ്ടി കാൽവരിയിൽ ചൊരിഞ്ഞ ആ രക്തം. ആ രക്തത്തിലൂടെ മാത്രമാണ് നിത്യമായ ഒരു ജീവനിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇനി ഒരു പക്ഷെങ്കിലും ഒരു സുവിശേഷ സന്ദേശം നമുക്ക് കേൾക്കുവാൻ കഴിയുമെന്ന് നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല. അടുത്ത നിമിഷം നമ്മുടെയാണ് എന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ മരണത്തിന് മുന്നേ നാം ഉറപ്പാക്കിക്കൊണ്ട് നിത്യവാസം എവിടെയാണ് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ ഒരു രക്ഷകനായ ക്രിസ്തുവിനെ കൂടെ വസിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരു പക്ഷെങ്കിൽ സന്ദേശങ്ങൾ തള്ളിക്കളയുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും വിശ്വസിക്കുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു എന്നുള്ളത്. ഈ സമയമാണ് രക്ഷ പ്രാപിക്കാനുള്ള സമയം. ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. ആയതിനാൽ മടങ്ങി വരിക,
യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സന്ദേശം നിങ്ങൾ ഈ സമയം കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ആയതിനെ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയായ മനുഷ്യനാണെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാപപത്ര കടിച്ചുമപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വിളിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ പാപത്തെ മാറ്റുവാൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, എവിടെയും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് നിങ്ങളുടെ പാപത്തെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശുവുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിതം അതുമാത്രം പാപത്തിലായിരുന്നു ജീവിതമായിരുന്നു. മദ്യത്തിലെല്ലാം മയക്കുമരുന്നിലെല്ലാം അടിമപ്പെട്ട് ജീവിച്ചിരുന്ന ജീവിതത്തെ മാറ്റിയെടുത്ത സുവിശേഷ സന്ദേശങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ അനേകർ വന്ന് പരസ്യമായി നിന്ന് യേശുക്രിസ്തുവിന്റെ വരവിനെ നിങ്ങളുടെ മധ്യയെ വിളിച്ചറിയിക്കുമ്പോൾ ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെട്ടാൽ സ്വർഗ്ഗം അധികമായി സന്തോഷിക്കുന്നുള്ള ആ ദൈവത്തിന്റെ വചനമാണ് ഞങ്ങൾ ഇവിടെ വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് മടങ്ങി വരുവാൻ കിട്ടുന്ന സമയം നാം വൃതമാക്കി കളയാതെ ഈ സന്ദേശം